സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പൂയം നക്ഷത്രത്തിന്റെ ജൂൺ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ റിസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസം ഏതൊക്കെ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. 7 ഓഫ് വോൺസ്, Ace ഓഫ് വോൺസ്, സ്ട്രെങ്ത്, കിങ് ഓഫ് വോൺസ് ആൻഡ് പേജ് ഓഫ് വോൺസ്. ഈ ഒരു മാസത്തെ ഓവറോൾ എനർജിയായി 7 ഓഫ് വോൺസ് വരുമ്പോൾ കുടുംബത്തിലും ജോലി സ്ഥലത്തുമൊക്കെ നിങ്ങളുടെ ഒരു വാല്യൂ, ഒരു വർത്ത് അത് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പല എതിർപ്പുകളെയും നേരിടേണ്ടതായി വരും. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ബോൾഡായി നിൽക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുക. ഈ ഒരു മാസം പവർഫുള്ളായി പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ ജോബ് ഓഫർ, ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങളിലേക്ക് ഈ ഒരു മാസം വരും. ഈ ഒരു സമയം അവയോടൊക്കെ നിങ്ങൾക്ക് യെസ് പറയാൻ പറ്റിയ സമയമാണ്. ഇവിടെ ഏസ് ഓഫ് വോൺസ് എന്ന കാർഡ് വരുമ്പോൾ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഒരു ചെറിയ നാളത്തേക്ക് ഒരു വലിയ മരമായി വളരാൻ വേണ്ടി ഒരു ചെറിയ വിത്ത് പാകുക എന്നാണ്. ഈ ഒരു മാസത്തെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ചലഞ്ചായി വരുന്നത് നിങ്ങളുടെ മനസ്സിൽ അകാരണമായ സംശയങ്ങൾ, മെന്റൽ പ്രഷർ ഒക്കെ തോന്നും. ചില സന്ദർഭങ്ങളിൽ ശാന്തമായി പ്രതികരിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇവിടെ സ്ട്രെങ്ത് കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സഹനശക്തിയും സെൽഫ് കൺട്രോളും ഒക്കെ കൊണ്ട് ഏത് തടസ്സങ്ങളെയും നിങ്ങളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റാൻ കഴിയും എന്നാണ്. ഇവിടെ കിങ് ഓഫ് വോൺസ് ഗൈഡൻസ് മെസ്സേജ് ആയി വരുമ്പോൾ ഏതൊരു കാര്യത്തിലും ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ഇച്ഛാശക്തിയിൽ ഭയമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുക, കോൺഫിഡൻസോടുകൂടി മറ്റുള്ളവർക്ക് കൂടി വഴികാട്ടിയാവുക എന്നാണ്. ഈ ഒരു മാസത്തിന്റെ അവസാനത്തിൽ പുതിയ പുതിയ മേഖലകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എനർജി ഒക്കെ നിങ്ങളിൽ ഉണ്ടാവും. നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരും. അത് എന്തിൻ്റെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളുടെ ഒരു തുടക്കമായി മാറുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, റിസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.